പലരും എന്നെ വിളിച്ച് ഓരോരോ കാര്യങ്ങൾ ചോദിക്കുന്നത് അവരുടെ പേഴ്സണലായിട്ടുള്ള പല വിഷയങ്ങളുടെ ഉത്തരം അല്ലെങ്കിൽ ആ വിഷയങ്ങൾ എന്ത് ചെയ്യണം എന്ന രീതിയിലാണ് പലരും ചോദിക്കുന്നത്. അപ്പോൾ ഞാൻ അവരുടെ അടുത്തൊക്കെ പല കാര്യങ്ങളും പറഞ്ഞു കൊടുക്കാറുണ്ട്. കാരണം നിങ്ങളുടെ പേഴ്സണൽ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്യ് അങ്ങനെ ചെയ്യ് എന്ന് എനിക്ക് പറയാൻ പറ്റൂല. കാരണം ആ കാലഘട്ടം മാറി. ഈ കാലഘട്ടത്ത് ഓരോ ആത്മാക്കളും അവരവരുടെ ആത്മാവിനെ തിരിച്ചറിഞ്ഞ് ഓരോരുത്തരും അവരവരുടെ ആത്മാവിനെ തിരിച്ചറിഞ്ഞ് ആ ആത്മാവിൽ നിന്നും നിർദ്ദേശങ്ങൾ കിട്ടി അതനുസരിച്ച് മുന്നോട്ട് പോകുന്നതാണ് ഇനി ദൈവത്തിന്റെ പ്ലാൻ. അപ്പൊ ഈ പ്ലാൻ ദൈവം ശരിക്കും ആരംഭിച്ചിട്ടുണ്ടെന്നും ഇനി കുറച്ച് ആത്മവളർച്ച നേടിയവർക്കെല്ലാം ഈ രീതിയിൽ അവരുടെ കാര്യങ്ങളെല്ലാം ഓക്കെ പോകുള്ളൂ എന്ന ആ ഒരു അറിവ് എനിക്ക് ദൈവം തന്നത് നിങ്ങളെയൊക്കെ അറിയിക്കാൻ പറയുന്നു. ഞാൻ അറിയിക്കുന്നു. കാരണം നമ്മുടെ പഴയ 2012 മുമ്പുള്ള ഒരു കാലഘട്ടം എന്ന് പറഞ്ഞാൽ ഈ ബൈബിൾ പ്രകാരം ക്രിസ്ത്യാനികൾ പറയും കൃപയുടെ കാലഘട്ടം എന്ന് പറയും. ശരിക്കും പറഞ്ഞാൽ ദൈവം ഫ്രീ ആയിട്ട് മനുഷ്യരെയൊക്കെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. കാരണം മനുഷ്യന് അത്രയും അറിവില്ല, ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനം അങ്ങനെയൊന്നുമില്ല. ഭക്തിയുണ്ട്, പ്രാർത്ഥിക്കുന്നു, കാര്യങ്ങൾ ചെയ്യുന്നു, അത് നടക്കണേ എന്നൊക്കെ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ദൈവികമായി നിൽക്കുന്ന അല്ലെങ്കിൽ ദൈവത്തിന്റെ ജോലിക്കാർ എന്ന് പറഞ്ഞ് ഓരോ മതങ്ങളിൽ നിൽക്കുന്ന ചില മതപുരോഹിതന്മാരോടൊക്കെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ചോദിക്കുന്നു. അവർ അങ്ങനെ ചെയ് ഇങ്ങനെ ചെയ് എന്നൊക്കെ പറയുന്നു. ഇവർ അതേപോലെ ചെയ്യുന്നു. ചിലർക്ക് ചില കാര്യങ്ങളൊക്കെ അതേപോലെയൊക്കെ സാധിക്കുന്നു. ഇതെല്ലാം ഒരു കൃപയാൽ അല്ലെങ്കിൽ ഫ്രീ ആയിട്ട് ഈ പ്രകൃതിയുടെ ചില പോസിറ്റീവ് ശക്തികൾ മനുഷ്യർക്ക് വേണ്ടി ചെയ്തു കൊടുക്കുന്ന ചില നല്ല കാര്യങ്ങളാണ്. പക്ഷെ ഈ കാര്യങ്ങളാണ് ഇനിയുള്ള കാലഘട്ടത്ത് ദൈവം പടിപടിയായിട്ട് നിർത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പ്രകൃതി സ്ട്രിക്റ്റ് ആണ് എന്ന് ഞാൻ എപ്പോഴും പറയുന്നതിന്റെ കാരണം, ഇനി ആരുടെയെങ്കിലും ഭാവിയോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളോ ഇങ്ങനെ ചെയ്യ് അങ്ങനെ ചെയ്യ് അല്ലെങ്കിൽ ഇത് നടക്കും അത് നടക്കും ഇങ്ങനെ ചെയ്യരുത് അത് പറ്റൂല ഇങ്ങനെയൊക്കെ മറ്റൊരാളുടെ കാര്യം ഒരാൾ പറയുന്നത് ഇനി അങ്ങനെ കറക്റ്റായി പോകൂല. അപ്പൊ എന്തുകൊണ്ട് ഇത്രയും നാളും ചില കാര്യങ്ങളൊക്കെ കറക്റ്റായി പോയി എന്ന് പറഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആത്മവളർച്ചയില്ലാത്ത ശിശുക്കളായി നിൽക്കുന്ന പലരും അവർക്ക് വേറെ അറിഞ്ഞൂടല്ലോ. അപ്പൊ ആത്മാവിന്റെ നിർദ്ദേശം, ആത്മീയ വളർച്ചയിലൂടെ ആത്മാവിന്റെ നിർദ്ദേശം കേട്ട് മുന്നോട്ട് പോകുന്ന ലെവലിലൊന്നും അവരെത്തിയിട്ടില്ല. അവർക്ക് അത്രയും ആത്മവളർച്ചയില്ല. അപ്പൊ ഒരു കാര്യം എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം അവർക്ക് അറിഞ്ഞൂടാ. അല്ലെങ്കിൽ എന്തെങ്കിലും സക്സസ് ആകുമോ, അല്ലെങ്കിൽ അത് ഫ്ലോപ്പായി പോകുമോ, ദോഷമുണ്ടോ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് സ്വന്തമായിട്ട് അറിവില്ല, ഉള്ളിൽ നിന്ന് കിട്ടുന്നില്ല. അപ്പൊ ദൈവത്തിന്റെ ഡ്യൂട്ടിയായിട്ട് നിൽക്കുന്ന ചില എല്ലാ മതത്തിലുള്ള ചില പുരോഹിതന്മാരുണ്ടല്ലോ, അപ്പൊ അവരുടെ അടുത്ത് ചെന്ന് ചോദിക്കുമ്പോൾ അവർക്ക് ശരിക്കും ദൈവികമായ ഒരു കണക്ഷൻ കമ്മ്യൂണിക്കേഷനും ഉള്ളത് കൊണ്ട് അവർക്ക് ചില കാര്യങ്ങൾ നിർദ്ദേശം പോലെ പറയാൻ പറ്റുകയും അത് കേട്ട് ഈ ശിശുക്കളായി നിൽക്കുന്നവർ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ചില അദൃശ്യ ശക്തികളാണ് ഇവർക്ക് വേണ്ടി കാര്യങ്ങളൊക്കെ അങ്ങ് സാധിച്ചു കൊടുക്കുന്നത്. അത് ചിലപ്പോൾ ശരിയാവണമെന്നൊന്നുമില്ല. ഇപ്പൊ ഞാൻ ഈ കൂടുതലും ഈ പെന്തക്കോസ് മേഖലയിലൊക്കെയാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അങ്ങ് ഭയങ്കരമായി പ്രവചിച്ച് കാറ് കാണുന്നു, വീട് കാണുന്നു, വിദേശ യാത്ര കാണുന്നു എന്നൊക്കെ പറഞ്ഞ് അങ്ങ് പറഞ്ഞു വിടുന്നത് പലതും ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇത് പലതും സക്സസ് ആവുന്നതിന്റെ കാരണം ഈ മുന്നിൽ നിൽക്കുന്ന ഈ അറിവില്ലാത്ത ആത്മവളർച്ചയില്ലാത്ത ഈ ഒരു ഭക്തൻ ദൈവം എന്തെങ്കിലും വഴി കാണിച്ചു തരുമായിരിക്കും എന്ന് പറഞ്ഞ് കണ്ണിലോടുകൂടി ഈ ദൈവത്തിന്റെ ജോലിക്കാരന്റെ അല്ലെങ്കിൽ ഈ ദൈവദാസന്റെ ഫ്രണ്ടിൽ നിൽക്കുമ്പോൾ ഈ ഒരു 80-90% ദേവദാസന്മാരും കണ്ണടച്ച് വെറുതെ അങ്ങ് തള്ളിവിടുന്നതാണ്. പക്ഷെ ഈ നിഷ്കളങ്കയായ ഈ ഭക്തർ ഇതങ്ങ് വിശ്വസിക്കും. അപ്പൊ ഇവർ വിശ്വസിക്കുന്ന എന്താണ്, ദൈവത്തിൽ ആശ്രയിച്ചാണ് ഈ വിശ്വാസം ചെയ്യുന്നത്. കാരണം ഈ ദൈവദാസൻ അല്ലെങ്കിൽ ഈ അമ്പലത്തിലെ കോട്ടയാലെ ജ്യോത്സ്യർ പറയുന്ന കാര്യങ്ങൾ ദൈവത്തിന്റെ ആളാണല്ലോ, അപ്പൊ പുള്ളി പറയുന്നത് നടക്കും എന്ന് അന്ധമായി വിശ്വസിക്കുന്നത് കാരണം ഈ ഇവരെ നയിക്കുന്ന, ഇപ്പൊ ഒരു ക്രിസ്ത്യാനിയാണെങ്കിൽ ആ വ്യക്തിയെ നയിക്കുന്ന ചില അദൃശ്യ പോസിറ്റീവ് ശക്തികളുണ്ട്. പരിശുദ്ധാത്മാവ് എന്നൊക്കെ പറയുന്ന ആ ദൈവത്തിന്റെ ശക്തി ഈ വ്യക്തിയെ അല്ലെങ്കിൽ ഈ ഒരു ഭക്തരെ ഈ കാര്യങ്ങളൊന്ന് സാധിച്ചു കൊടുക്കുന്നതാണ്. ഈ ഭക്തൻ അതിനുള്ള യാതൊരു യോഗ്യതയോ ആ കറക്റ്റ് റൂട്ടിലോ ഒന്നും ആയിരിക്കില്ല പോണത്. പക്ഷെ അന്ധമായിട്ടുള്ള ദൈവവിശ്വാസത്താൽ ഒന്നും ഇല്ലാതെ പെട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയിലാണല്ലോ ഇങ്ങനെയുള്ള ആൾക്കാരുടെ അടുത്തൊക്കെ പോയി പ്രശ്നം പരിഹരിക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുന്നത്. അപ്പൊ ഇവരങ്ങ് ദൈവം പറയുന്നു പറഞ്ഞങ്ങ് തള്ളി വിടും മിക്കവരും. പക്ഷേ ഈ ഭക്തർക്ക് അറിഞ്ഞൂടല്ലോ ഇവൻ ചുമ്മാ പറയുന്നതാണോ അല്ലെ ശരിക്കും ദൈവത്തിൽ നിന്ന് കിട്ടി പറയുന്നതാണോ എന്ന് ഭക്തർക്ക് അറിഞ്ഞൂടാ.
പക്ഷെ ഇവരങ്ങ് വിശ്വസിക്കുകയാണ്. അയ്യോ, ദൈവം പറഞ്ഞു കൊടുക്കുന്ന കാര്യമാണല്ലോ എന്ന് വിചാരിച്ച് ഈ ഭക്തർ അന്ധമായി വിശ്വസിക്കുന്നത് കൊണ്ട് ദൈവത്തിന്റെ പോസിറ്റീവ് ശക്തികൾക്ക് അത് ചെയ്തു കൊടുക്കേണ്ടി വരുന്നതാണ്. കാരണം അല്ലെങ്കിൽ പേരുദോഷം ആർക്കാണ്? ഇവർ വിശ്വസിക്കുന്ന ദൈവത്തിനാണ്. ഏത് ദൈവത്തെയാണെങ്കിലും ആ ദൈവത്തിനാണ് പേരുദോഷം വരുന്നത്. കാരണം ദൈവം ചതിച്ചു, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ദൈവം അത് സാധിച്ചു തന്നില്ലല്ലോ. അല്ലാതെ ഈ പറയുന്ന വ്യക്തി വ്യാജത്തിലിരിക്കുന്നതാണെന്നുള്ളത് ഭക്തർക്ക് പെട്ടെന്ന് കത്തൂല, അങ്ങനെ മനസ്സിൽ വരൂല. കാരണം അവരുടെ പെർഫോമൻസും അവരുടെ രീതിയും അവരുടെ വേഷവും അവരുടെ ആ ഒരു പുഷ്ടിയും ഭൗതികമായിട്ടുള്ള ആ സെറ്റപ്പും പണവും കാറും പിന്നെ അട്ടഹാസങ്ങളും ബഹളങ്ങളും ഇതൊക്കെ കണ്ട് ഈ ഭക്തർ അന്ധമായി എവരെയും വിശ്വസിക്കുകയാണ്. ഇവര് ദൈവത്തിന്റെ ആള് തന്നെയാണ് എന്നങ്ങ് വിശ്വസിക്കുമ്പോൾ ഇവർ പറയുന്ന എന്ത് മണ്ടത്തരവും ഇവരങ്ങ് വേദവാക്യം ദൈവവാക്യം പോലെ അങ്ങ് സ്വീകരിക്കും. പക്ഷെ ദൈവത്തിന്റെ പോസിറ്റീവ് ശക്തികൾക്കാണ് ജോലി. കാരണം ഇവർ ഈ ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് നടക്കുന്നത് കൊണ്ട് ഇവർക്ക് ഈ കാര്യങ്ങളൊക്കെ മിക്കത് സാധിച്ചു കൊടുക്കേണ്ടി വരികയാണ്. ഗതികേടാണ്, പോസിറ്റീവ് ശക്തികളുടെ ഗതികേട് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ ഇതിങ്ങനെ എത്ര നാൾ തുടരും? ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും തോറും ഈ സാധുജനങ്ങളെ ദൈവത്തിന്റെ പേരും പറഞ്ഞ് ഇങ്ങനെ പ്രവചിച്ചും പറ്റിച്ചും ദൈവം ഇതിനിടയിൽ കൂടെ പോസിറ്റീവ് ശക്തികളിലൂടെ ഇവരെ കാര്യങ്ങൾ സാധിച്ചു കൊടുത്ത് പൊയ്ക്കൊണ്ടിരുന്നാൽ ആരും ശരിക്കും ആത്മീയമായി വളരുന്നില്ല. ഈ പ്രവാചകൻ എന്ന് പറഞ്ഞു നടക്കുന്ന ഇയാളും വളരുന്നില്ല, ഈ ഭക്തരും വളർന്നു കയറുന്നില്ല. രണ്ടുപേരും ആ പുള്ളിയും തെറ്റുന്നു, ഇവരും തെറ്റുന്നു, ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. അതുകൊണ്ടാണ് ഇപ്പൊ പ്രകൃതി സ്ട്രിക്റ്റ് ആയത്. ഇത് ബൈബിളിലാണെങ്കിലും മറ്റു ഗ്രന്ഥങ്ങളിലൊക്കെ ഉണ്ട്. എല്ലാത്തിനും ദൈവം ഒരു കാലം വെച്ചിട്ടുണ്ട്, ഒരു സമയം വെച്ചിട്ടുണ്ട്. ആ സമയമാകുമ്പോൾ പ്രകൃതി അതിന്റെ രീതിയിൽ മാറ്റങ്ങൾ വരുത്തി പലതും പല രീതിയിലും മാറി മാറി വരും, കാലഘട്ടം ചേഞ്ച് ഒക്കെ വരും. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സ്ട്രിക്റ്റ് ആകും. അപ്പൊ എന്നിലൂടെയും ദൈവം പറയുന്നത് ഇനി അങ്ങോട്ട് സ്ട്രിക്റ്റ് ആണ്. ഓരോരുത്തരുടെയും പേഴ്സണൽ ആയിട്ടുള്ള അവരുടെ കാര്യങ്ങളും അവരുടെ ഭാവി കാര്യങ്ങളെല്ലാം അവരുടെ ആത്മാവ് പറഞ്ഞു കൊടുക്കുന്നതേ വിശ്വസിക്കാവൂ. അപ്പൊ നിങ്ങളുടെ ആത്മാവിൽ നിന്നും എന്താണോ കിട്ടുന്നത് അതാണ് ശരിക്കും നിങ്ങളുടെ വളർച്ചയ്ക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ ഇപ്പോഴത്തെ പോക്കനുസരിച്ചുള്ള ഉത്തരം, അല്ലെങ്കിൽ നിങ്ങളുടെ ഭാവി അല്ലെങ്കിൽ നിങ്ങളുടെ കാര്യം സക്സസ് ആകുമോ ഇല്ലയോ എന്നൊക്കെ കിട്ടുന്നതല്ല. നിങ്ങളുടെ ആത്മാവിൽ നിന്ന് കിട്ടുന്നത് വിശ്വസിക്കാവൂ ഇനിയുള്ള കാലത്ത്. കാരണം ആരെങ്കിലും വഴി എന്തെങ്കിലും എടുത്തങ്ങ് ഡയലോഗ് അടിച്ച് വിട്ടാൽ അതിപ്പോ നടക്കും എന്നും പറഞ്ഞ് ആരും പ്രതീക്ഷിച്ചിരിക്കരുത്. കാരണം ഇനിയുള്ള കാലഘട്ടത്ത് അത് നടക്കണമെന്നില്ല എന്ന അപൂർവം ചിലർക്ക് ഒട്ടും ആത്മവിശ്വാസമില്ലാത്ത ദൈവത്തെക്കുറിച്ച് ഒന്നും അറിഞ്ഞൂടാത്ത അന്ധരായ ഭക്തർ, ചുരുക്കം പറഞ്ഞ വിഗ്രഹങ്ങളെ ദൈവമായി കണ്ടുകൊണ്ട് ആ ദൈവം വല്ലതും ചെയ്യുമായിരിക്കും, ഈ ദൈവം വല്ലതും ചെയ്യുമായിരിക്കും, എന്നെ സഹായിക്കുമായിരിക്കും, അപ്പുറത്തെ ദൈവം സഹായിക്കുമായിരിക്കും, യേശു സഹായിക്കുമായിരിക്കും, അല്ലെങ്കിൽ മുസ്ലിം പള്ളിയിൽ പോയി പൈസ ഇട്ട അവിടത്തെ ആരെങ്കിലും സഹായിക്കുമായിരിക്കും എന്നൊക്കെ ചിന്തിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുന്ന ഒട്ടും ആത്മവിശ്വാസമില്ലാത്ത വെറും ശിശുക്കൾക്ക് ചിലപ്പോൾ ഇങ്ങനെയുള്ള വ്യക്തികളിലൂടെ ദൈവം ചില സഹായങ്ങൾ ചെയ്യും, ഇല്ലെന്നല്ല. അത് ഇനിയും തുടരും. കാരണം അവർ വളർന്നു വരുന്നത് വരെ അവരെയും ഫ്രീ ആയിട്ട് ദൈവം അവരെ ആനുകൂല്യങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. പക്ഷേ ദൈവത്തെക്കുറിച്ച് തിരിച്ചറിയുകയും ഈ കള്ളന്മാരാണ് ഇങ്ങനെയുള്ള കേന്ദ്രങ്ങളിലൊക്കെ ഒരു 90% ഭരിക്കുന്നത് ഈ വ്യാജ ദൈവവേലക്കാരാണ് എന്നൊക്കെ തിരിച്ചറിവ് വരുന്നവർ ഇവരുടെയൊക്കെ പുറകെ പോയാൽ യാതൊരു ഫലവും ഇനി വരൂല. കാര്യം ഇവരൊക്കെ പ്രവചിച്ചെന്ന് പറഞ്ഞാലും ഇവരുടെ കാര്യങ്ങളൊന്നും ഈ മറ്റ് ശക്തികൾ സാധിച്ചു കൊടുക്കൂല. കാരണം ഇവർക്ക് ആവശ്യത്തിന് ദൈവത്തെക്കുറിച്ചുള്ള ബോധവും അറിവൊക്കെ കിട്ടിയിട്ടുണ്ട്. എല്ലാ മതത്തിലും, ഇന്ന മതമൊന്നല്ല, ഏത് മതത്തിലാണെങ്കിലും ശരിക്കും എല്ലാ മതത്തിലും പറയുന്നുണ്ടല്ലോ ഇത് ഒറ്റ ദൈവമേ ഉള്ളൂ എന്ന് പറയുന്നുണ്ട്. അപ്പൊ ആ ദൈവത്തെ മനസ്സിലാക്കുകയും അതാണ് ദൈവം എന്ന് വിശ്വസിക്കുകയും ചെയ്യുന്ന ആത്മവളർച്ച നേടി കുറച്ച് ആത്മവളർച്ച നേടിയവർക്കൊന്നും ഇനി അങ്ങോട്ട് ഈ ഫ്രീ പ്രൊട്ടക്ഷൻ ഇല്ല. അവരെല്ലാരും സാഹചര്യത്തിലൂടെ, ശരിക്കും പറഞ്ഞാൽ തീയിലൂടെ, അനുഭവത്തിലൂടെ പലതും പഠിപ്പിച്ച് അവരെ ശരിയിലേക്ക് പഠിപ്പിച്ച് വളർത്തിക്കൊണ്ടുവരും. അപ്പൊ എന്റെ മെസ്സേജ് കേൾക്കുന്നവർക്ക് ഇതൊക്കെയാണ് സംഭവിക്കുന്നത് എന്ന തിരിച്ചറിവ് വന്നിട്ട് പെട്ടെന്ന് അവർക്ക് അവരുടെ തെറ്റുകൾ തിരുത്തി മുന്നോട്ട് കയറി വരാം. കാര്യം എന്റെ മെസ്സേജിലൂടെ പ്രകൃതിയുടെ വ്യവസ്ഥകൾ എന്ത്, ശരിയേത്, തെറ്റ്, ഇതൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ടുകൊണ്ട് എന്റെ മെസ്സേജ് കേൾക്കുന്നവർക്ക് പെട്ടെന്ന് കയറി വരാൻ പറ്റുമെന്നേ ഉള്ളൂ. അല്ലാതെ ഈ പഠിപ്പീരും പരീക്ഷണങ്ങളൊന്നും നമുക്കില്ല എന്നല്ല, എല്ലാവർക്കും ഉണ്ട്, ഭൂമിയിൽ എല്ലാവർക്കും ഉണ്ട്. പക്ഷേ ഈ മെസ്സേജ് കേൾക്കുന്നവർക്കൊക്കെ അതിൽ നിന്ന് പെട്ടെന്ന് റിക്കവറായി വരാം. കാരണം എന്ത് കാരണം കൊണ്ടാണ് ഇങ്ങനെ എന്ന് ആലോചിച്ച് ഭ്രാന്തെടുത്ത് ഓടേണ്ട ആവശ്യം വരുന്നില്ല. കാര്യകാരണങ്ങളെല്ലാം എന്നിലൂടെ തന്നെ നിങ്ങൾക്ക് തിരിച്ചറിവുണ്ട്, നിങ്ങളുടെ ആത്മാവത മനസ്സിലാക്കുന്നുണ്ട്. സമയമാകുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് തന്നെ ഇന്ന കാരണം കൊണ്ടാണ് ഇവിടെ തെറ്റിപ്പോകുന്നു, അവിടെ ശരിയായ കുഴപ്പമില്ല, ഇങ്ങനെയൊക്കെ ഉള്ള നിർദ്ദേശങ്ങൾ നിങ്ങളുടെ ഉള്ളിലൂടെ തന്നെ സമയം കിട്ടി വരുന്നത് കൊണ്ട് നിങ്ങൾക്ക് പെട്ടെന്ന് കയറി വരാൻ പറ്റും. ഇപ്പൊ ഇങ്ങനെയുള്ള മെസ്സേജുകളോ ഇങ്ങനെയുള്ള അറിവുകളോ ഇല്ലാത്ത ഒരാള് 10 വർഷം കൊണ്ട് സ്വന്തം അനുഭവത്തിലൂടെ കഷ്ടപ്പെട്ടൊക്കെ പഠിക്കുന്ന ചില കാര്യങ്ങൾ എന്റെ മെസ്സേജ് കേൾക്കുന്നവർക്ക് ചിലപ്പോൾ ഒരാഴ്ചയോ 2 ആഴ്ചയോ കൊണ്ട് ആ വിഷയത്തിൽ നിന്ന് തരണം ചെയ്ത് മുന്നോട്ട് വരാൻ പറ്റും. ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക.
അപ്പൊ പലരും എന്നെ വിളിച്ചിട്ട് അവരുടെ പല പേഴ്സണൽ കാര്യങ്ങൾ, അത് നടക്കുവോ, ഇത് സംഭവിക്കുവോ, അത് ചെയ്യാമോ, ഇത് തെറ്റാണോ, ഇങ്ങനെയൊക്കെ പറഞ്ഞ് എന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്. എനിക്കങ്ങനെ പേഴ്സണലായിട്ട് ഒരാളുടെ നിങ്ങൾ അത് ചെയ്ത് പറയാൻ പറ്റൂല. കാരണം അങ്ങനെ പറഞ്ഞാലും, അങ്ങനെ പറഞ്ഞ് നിങ്ങളത് വിശ്വസിച്ചാലും അത് സാധിപ്പിച്ചു തരുന്ന ചില അദൃശ്യ ശക്തികൾ അത് ചെയ്തു തരുമായിരുന്നത് ഈ കാലഘട്ടത്ത് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് അത് ചെയ്തു തരൂല, അത് സക്സസ് ആക്കിയും തരൂല. അപ്പൊ പലരും എന്റെ അടുത്ത് പറയുന്നത് എന്റെ മെസ്സേജ് കേട്ടിട്ട് പല കാര്യങ്ങളും തെറ്റാണെന്ന് അവർക്ക് മനസ്സിലാകുന്നുണ്ട്. പക്ഷെ ആൾക്കാരെന്ത് വിചാരിക്കും, വീട്ടുകാരെന്ത് വിചാരിക്കും എന്ന് വിചാരിച്ച് ഞാനത് അങ്ങനെ ചെയ്തു പോകുന്നുണ്ട് അവർക്ക് വേണ്ടിയിട്ട്. പക്ഷെ ഞാൻ ദൈവത്തോട് പ്രൊട്ടക്ഷനൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ട്. സൃഷ്ടാവൻ ദൈവത്തെ മാത്രമേ ഞാൻ പ്രാർത്ഥിക്കുന്നുള്ളൂ. അങ്ങനെ പ്രാർത്ഥിച്ചു പോയാൽ ഞാൻ ആ കാര്യം ചെയ്യുന്നതിൽ എന്നെ ദൈവം പ്രൊട്ടക്ട് ചെയ്യുമോ എന്ന് പലരും എന്നോട് ചോദിക്കുന്നുണ്ട്. അങ്ങനെ പ്രൊട്ടക്ഷൻ കിട്ടാൻ പാടാണ്. കാരണം നമ്മൾ അറിഞ്ഞുകൊണ്ടൊരു തെറ്റ് ചെയ്യുന്നതാണ്. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ തെറ്റ് ചെയ്യുകയും ചെയ്യണം, ദൈവം എന്നെ പ്രൊട്ടക്ട് ചെയ്യുകയും ചെയ്യണം. തെറ്റ് ഞാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ ആത്മാവിന് ഇഷ്ടമല്ലാത്ത കാര്യം എന്താണെന്ന് അവരവർക്കുള്ള വെച്ച് മനസ്സിലാക്കിയാൽ മതി. അത് ഇന്ന തെറ്റ് ഇന്ന ശരിയെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. ഓരോ ആത്മാക്കൾക്കും അവരുടേതായിട്ടുള്ള കുറെ ശരിയും തെറ്റുകളുണ്ട്. ഇപ്പൊ ദാനം ചെയ്യാൻ വേണ്ടി നിയോഗിക്കപ്പെട്ട ആത്മാവ് ഭൂമിയിൽ ദാനം ചെയ്യാതിരുന്നാൽ തെറ്റ്, ദാനം ചെയ്യരുത് എന്ന നിയോഗത്താൽ നിൽക്കുന്ന ആത്മാക്കൾക്ക് ദാനം ചെയ്താൽ തെറ്റ്. അപ്പൊ ഇങ്ങനെയൊക്കെ ഉണ്ട്. അതിനെക്കുറിച്ച് വിശദീകരിച്ചൊക്കെ പിന്നെ ഞാൻ പറഞ്ഞു തരാം. അപ്പൊ ഇങ്ങനെ നമ്മുടെ ആത്മാവിന്റെ ഇഷ്ടങ്ങൾ തിരിച്ചറിഞ്ഞ് അത് മനസ്സിലാക്കി മുന്നോട്ട് പോകുന്നതാണ് ശരിക്കും പറഞ്ഞാൽ ശരി, അല്ലാതെ തെറ്റൊന്നുമില്ല. ശരി തെറ്റ് അങ്ങനെ ഒരു സാധനം എനിക്ക് പറഞ്ഞുതരാൻ പറ്റൂല. അപ്പൊ ഒരു വ്യക്തിയോട് ചോദിക്കുമ്പോൾ ഇത് ചെയ്യാമോ ചെയ്തൂടെ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ എങ്ങനെ മറുപടി പറയും? ഇപ്പം ഭാവിയിൽ ഒരു കാര്യം നടക്കുമോ നടക്കൂലേ എന്ന് ചോദിച്ചാലും അങ്ങനെ ഒരാളുടെ കാര്യം വേറൊരാൾക്ക് പ്രവചിച്ച് ശരിക്കും പറഞ്ഞാൽ പറയാൻ പറ്റൂല. ഞാൻ പറഞ്ഞല്ലോ, അങ്ങനെയൊക്കെ നേരത്തെ നടന്നത് നമ്മളെ ഫ്രീ ആയിട്ട് ദൈവം ഒരു ആനുകൂല്യം പോലെ അങ്ങ് സാധിപ്പിച്ചു തരണതാണ്. ചുരുക്കം പറഞ്ഞാൽ ഇപ്പൊ എന്റെ അടുത്ത് ഒരാളെ ചോദിക്കുകയാണ്, ഞാൻ +2 പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, ഞാൻ നല്ലവണ്ണം പഠിക്കുന്ന ഒരാളാണ്, ഒന്ന് പ്രാർത്ഥിച്ച് പറയോ എനിക്ക് +2 നല്ല മാർക്ക് കിട്ടുമോ എന്ന് പറയും. അപ്പൊ ഞാൻ പ്രാർത്ഥിച്ചിട്ട് +2 എല്ലാത്തിനും A+ കിട്ടും എന്നാണ് എനിക്ക് ദൈവം കാണിച്ചു തരുന്നത് എന്ന് ദൈവം എനിക്ക് കാണിച്ചു തന്ന് ഞാൻ പറഞ്ഞാലും അതവിടെ നടക്കണമെന്ന് നിർബന്ധമില്ല, അത് സംഭവിക്കില്ല. കാരണം ഒരാളുടെ കാര്യം എനിക്ക് കാണിച്ചു തരേ, ഇപ്പൊ +2 എല്ലാം A+ കിട്ടും എന്ന് എനിക്ക് കാണിച്ചു തന്നാലും അതവിടെ സംഭവിക്കില്ല. കാരണം പറഞ്ഞുതരാം. കാരണം ഞാനിത് ആ വ്യക്തിയെടുത്ത് പറയുന്നത് അല്ലെങ്കിൽ ദൈവം എനിക്ക് കാണിച്ചു തരുന്നത് ഇപ്പോഴുള്ള അവന്റെ പഠിത്തവും അവന്റെ മനസ്സും വെച്ചാണ് കാര്യം കാണിച്ചത്. എല്ലാവർക്കും അങ്ങനെയാണ്. ഈ പ്രവചനം എന്ന് പറയുന്ന സാധനം ഇപ്പൊ നാളത്തെ കാര്യങ്ങൾ എന്തെങ്കിലും ഒരു ദർശനം പോലെ ആർക്കെങ്കിലും കിട്ടി നിങ്ങളുടെ അടുത്ത് പറഞ്ഞാലും നിങ്ങളുടെ അപ്പോഴത്തെ കണ്ടീഷൻ വെച്ചാണ് ഉത്തരം വരുന്നത്. ഞാൻ പറഞ്ഞില്ലേ, വിധി ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. ഇതൊക്കെ പറയാനാണ് ആദ്യമേ ആ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ പറഞ്ഞത്. നമ്മുടെ വിധി ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ഇന്നൊരു കാര്യം തീരുമാനിച്ചാൽ നമ്മുടെ വിധി ഒരു രീതിയിൽ പോകും. കുറെ കഴിഞ്ഞിട്ട് ആ തീരുമാനം മാറ്റിയിട്ട് അല്ലെങ്കിൽ വേണ്ട ഞാൻ നാളെ ഇങ്ങനെ ചെയ്യാം എന്ന് തീരുമാനിച്ചാൽ പിന്നെ വിധി വേറെ രീതിയിൽ ഇങ്ങനെ ഇങ്ങനെ നമ്മുടെ ചിന്തഗതികളും നമ്മുടെ ജീവിത പ്രവൃത്തികളും ഇതൊക്കെ വെച്ച് ഇങ്ങനെ വിധികൾ ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. അപ്പൊ ഇതുവരെയുള്ള ആ കുട്ടിയുടെ പഠിത്തവും അവന്റെ ആത്മാർത്ഥതയും അവന്റെ പ്രാർത്ഥനയൊക്കെ വെച്ചിട്ടാണ്, അല്ലെങ്കിൽ അവന്റെ ടെൻഷൻ ഒക്കെ വെച്ചിട്ടാണ് ഇപ്പൊ അവന്റെ റിസൾട്ട് എല്ലാത്തിനും A+ കിട്ടുമെന്ന് കിട്ടുന്നത്. ഇപ്പൊ ഞാനിത് പറഞ്ഞു, ദൈവം അങ്ങനെ കാണിച്ചു തന്നു എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞെന്ന് വെച്ചോ, അവൻ അന്ന് മുതൽ പിന്നെ പഠിത്തമില്ല. കാരണം ദൈവം പറഞ്ഞല്ലോ എല്ലാത്തിനും A+ കിട്ടുമെന്ന്. പഠിക്കുന്നില്ല. പിന്നെ ഉഴപ്പിഴപ്പി നടന്നാൽ പരീക്ഷയ്ക്ക് അവന് A+ കിട്ടുമോ? ഇതേപോലുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ സിറ്റുവേഷൻസും നിങ്ങളുടെ രീതിയും വെച്ചിട്ട് ഇത് കാര്യങ്ങൾ ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. അപ്പൊ ആർക്കും ആരുടെ കാര്യം ശരിക്കും പറഞ്ഞാൽ ഇന്നത് സംഭവിക്കുമെന്ന് പറയാൻ പറ്റില്ല. ഇപ്പൊ ഭയങ്കരമായ ദോഷം ഒരാൾക്ക് കാണിച്ചു തരികയാണ്, എനിക്ക് കാണിച്ചു തന്നു വെച്ചു, ഒരു ആക്സിഡന്റ് പറ്റുന്നതായിട്ട് കാണിച്ചു തരികയാണ്. അപ്പൊ എനിക്കിത് പറയാൻ പറ്റില്ല നിങ്ങൾക്ക് ആക്സിഡന്റ് പറ്റും. ഈ പലർക്കും ഈ പ്രവചന രീതിയിലുള്ള പലർക്കും പറ്റുന്നൊരു കുഴപ്പവും ഇതാണ്. അവരിത് കണ്ട് അതേപോലെ പറഞ്ഞു നിങ്ങൾക്ക് ആക്സിഡന്റ് പറ്റും. അപ്പൊ ഈ കേൾക്കുന്ന വ്യക്തി ടെൻഷൻ അടിച്ചിട്ട് ദൈവമേ അങ്ങനെയൊന്നും പറ്റല്ലേ എന്ന് അവൻ പുകഞ്ഞു തള്ളി അവന്റെ ചില ജീവിത രീതിയിലൊക്കെ അവൻ ഒന്നും കൂടെ ക്രമപ്പെടുത്തിയാൽ ഈ നെഗറ്റിവിറ്റി അവിടെ നിന്ന് മാറിപ്പോകും. അപ്പൊ ആക്സിഡന്റ് നടക്കൂല. നെഗറ്റീവ് നിൽക്കുന്നതുകൊണ്ടാണല്ലോ ഈ ആക്സിഡന്റ് വരുന്നുള്ളത് കാണിക്കുന്നത്. അപ്പൊ നെഗറ്റീവ് പെട്ടെന്ന് കുറയുമ്പോൾ ഈ ആക്സിഡന്റ് മാറിപ്പോകും. അപ്പൊ അവൻ പറയും മറ്റേ പുള്ളി എന്റെ അടുത്ത് പറഞ്ഞു ആക്സിഡന്റ് പറ്റുമെന്ന് പറഞ്ഞിട്ട് എനിക്കൊന്നും സംഭവിച്ചില്ല. ഈ കേൾക്കുന്ന സമയത്തുണ്ടാകുന്ന ടെൻഷനും ഫീലും അല്ലെങ്കിൽ അവന്റെ നാളത്തെ ജീവിത രീതി ശൈലിയിലൊക്കെ എന്തെങ്കിലും അവൻ പോലും അറിയാതെ മാറ്റം വരുമ്പോ ഇന്ന സമയത്തൊരു ആക്സിഡന്റ് എന്നുള്ളത് മാറിപ്പോകും. അത് വ്യത്യാസം വരും. അതേസമയം ആക്സിഡന്റ് പറ്റും കേട്ടിട്ട് മൈൻഡ് ചെയ്യുന്നില്ല. അവ അതേപോലെ തന്നെയാണ് ജീവിക്കുന്നത്. സംഭവിക്കണം അപ്പോഴും കണ്ട പോലെ എന്നും പറഞ്ഞ് ജീവിച്ചാൽ എങ്ങനെയാണോ ആ ആക്സിഡന്റ് പറ്റും എന്ന രീതിയിൽ ഒരു ദർശനം കിട്ടിയത് ആ സമയത്തും ഇപ്പോഴും അവൻ അവന്റെ രീതിയിൽ തന്നെ അതേപോലെ തന്നെയാണ് ജീവിക്കണമെങ്കിൽ ആക്സിഡന്റ് അതേപോലെ സംഭവിക്കും.
പക്ഷെ അവന്റെ ജീവിതത്തിലോ അവന്റെ ചിന്തയിലോ അവന്റെ പ്രാർത്ഥനയിലോ ഒക്കെ ചേഞ്ച് വന്നാൽ അത് മാറിപ്പോവും. ഇതുപോലെ തന്നെയാണ് ഒരു ഗുണവും. ഇന്നത് ചെയ്യണം, ഇന്നത് നിനക്ക് നടക്കും എന്നൊരാൾ പറഞ്ഞാൽ അവൻ അതിനു വേണ്ടി ശ്രമിക്കുകയും ഇത്രയും ദിവസം എങ്ങനെ ശ്രമിച്ചു അതേപോലെ തന്നെ അങ്ങോട്ടും ശ്രമിച്ചും അതേ രീതിയിൽ തന്നെ മനസ്സിൽ തീഷ്ണതയോടുകൂടി മുന്നോട്ട് പോയാൽ ഈ പറഞ്ഞതുപോലെ നടക്കും. അല്ലാതെ ഇങ്ങനെ ഒരു കാര്യം കണ്ടല്ലോ കിട്ടിയല്ലോ എന്നും പറഞ്ഞ് അവൻ അപ്പോഴും തന്നെ മൈൻഡ് മാറി ഉഴപ്പിയാൽ ഈ കാര്യം നടക്കൂല. അപ്പൊ ഇതാണ് ഇതിന്റെ പിന്നിലെ വേറെ വസ്തുത. അപ്പൊ ഇനിയുള്ള കാലഘട്ടത്ത് ഞാനീ പറയുന്ന കാര്യം സ്ട്രിക്റ്റ് ആണ്. ഇപ്പോ ചില വിഷയങ്ങളും പ്രശ്നങ്ങളായിട്ട് ആകെ ടെൻഷൻ അടിച്ച് വസ്തുവിന്റെ കേസ് വഴക്ക് കച്ചവടം നടക്കുമോ, വസ്തു വിറ്റാൽ എന്റെ കാര്യങ്ങളെല്ലാം ഓക്കെ ആകും. അപ്പൊ ചിലർ പറയാം വസ്തു 1 മാസത്തിനകത്ത് വസ്തു കച്ചവടം ഞാൻ കാണുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഞാൻ യൂട്യൂബിലെ കാണുന്നുണ്ട്. ചില പാസ്റ്റർമാരൊക്കെ അങ്ങനെ പറയുന്നത് കാണുന്നുണ്ട്. പക്ഷെ പലർക്കും പലതും സംഭവിക്കാറില്ല. കാരണം കാലഘട്ടം മാറി. നേരത്തെ അങ്ങനെയല്ല. ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ഇവർ ഇനി എങ്ങനെയൊക്കെ ജീവിച്ചാലും എങ്ങനെയൊക്കെ മണ്ടത്തരങ്ങൾ കാണിച്ചാലും ഇയാളുടെ പ്രവചനത്തിലൂടെ ഇത് വിശ്വസിക്കുന്നത് കാരണം ഈ വീട്ടുകാർക്ക് ആ സമയത്ത് ചില അദൃശ്യ പോസിറ്റീവ് ശക്തികൾ ഈ കാര്യം സാധിച്ചു കൊടുക്കുമായിരുന്നു. പക്ഷെ ഇനി അതില്ല. അത് കാരണം ഇങ്ങനെയുള്ള സഭകളെല്ലാം, ഈ പ്രവചന സഭകളെല്ലാം ഇനി ഭാവിയിൽ അങ്ങോട്ടും അങ്ങോട്ട് പൊളിഞ്ഞു പോകും, നശിച്ചു പോകും. കാരണം അവരുടെ പ്രവചനങ്ങളൊന്നും ഇനി അങ്ങോട്ട് ഫലിക്കില്ല. അപ്പൊ ഈ വിധ കാര്യങ്ങളാണ് ശരിക്കും ദൈവം എനിക്ക് പറഞ്ഞു തരുന്നതും ഇതൊക്കെ ദൈവം നിർത്തിയെന്ന്. ഇനി ഈ പരിപാടികളൊന്നും അല്ല വേണ്ടത്. അവനവന്റെ ആത്മാവിനെ വളർത്തിയെടുക്കുക, അവനവന്റെ കാര്യങ്ങൾ അവരവർ തന്നെ ഉള്ളിൽ നിന്ന് കണ്ടെത്തുക. ഒരുപാട് പേര് അവരുടെ കാര്യങ്ങൾ സ്വന്തമായി കിട്ടുന്നുണ്ട്, നടക്കുന്നുണ്ട്, ഭയങ്കര നന്ദിയൊക്കെ പറഞ്ഞുകൊണ്ട് എന്നെ ഫോൺ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതാണ് വേണ്ടത്. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോൾ എന്റെ അടുത്ത് വിളിച്ചിട്ട് ഭാവി അത് നടക്കുമോ, ഇത് നടക്കൂലേ, അത് ചെയ്യാമോ, ഇത് ചെയ്തൂടെ എന്നൊക്കെ ചോദിക്കുമ്പോൾ എനിക്കിത് ഉത്തരം പറയാൻ പറ്റില്ല. കാരണം ഞാൻ അതിന് എതിരാണ്. എന്നെ ദൈവം ഈ കാലഘട്ടത്തെ പുതിയതിലോട്ട് തന്നെ കൊണ്ടുവരണം. ആൾക്കാരെ പഴയ ഇങ്ങനെയുള്ള വകുപ്പിൽ നിന്നും അവരെ പുതിയതിലേക്ക് കൊണ്ടുപോകാ എന്ന് പറഞ്ഞ് പുതിയ ജോലി ചെയ്യുന്ന എന്റെ അടുത്ത് പഴയ ആൾക്കാർ ചെയ്യുന്ന ഈ കാര്യങ്ങൾ ചോദിച്ചാൽ എനിക്കിത് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ചെയ്താലും തെറ്റിപ്പോകും. കാരണം ആ പറയുന്ന കാര്യം സാധിച്ചു തരുന്ന ലെവലല്ല ഇനി കാര്യങ്ങൾ. ഇനി അവനവന്റെ കയ്യിലാണ് കാര്യങ്ങൾ ഇരിക്കുന്നത്. അത് നടക്കണോ വേണ്ടയോ, അപകടം പറ്റണോ വേണ്ടയോ, ഇതൊക്കെ അവനവന്റെ കയ്യിലാണ് ഇനി അങ്ങോട്ടിരിക്കുന്നത്. അപ്പൊ അതാണ് ഇനിയുള്ള പ്രത്യേകത. പിന്നെ അങ്ങോട്ടും പോകുമ്പോൾ നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് മനസ്സിലാവും ഇങ്ങനെയുള്ള വ്യക്തികളിലൂടെയൊന്നും ഒരാളുടെ കാര്യം മറ്റൊരാൾ വഴി ഭാവി പ്രവചനം ഇതൊന്നും ഇനി സംഭവിക്കില്ല. അതൊന്നും നടക്കില്ല. നടക്കുമെന്ന് വെച്ചാൽ നടക്കും. എങ്ങനെ? അവൻ പഠിച്ചാൽ അവൻ മാർക്ക് കിട്ടും. ഇപ്പൊ ഞാൻ പറഞ്ഞതുപോലെ നല്ല പഠിക്കുന്ന ഒരു കുട്ടി എനിക്ക് എല്ലാത്തിനെയും നല്ല A+ കിട്ടുമോ എന്ന് പറഞ്ഞ് ഒരാൾ പ്രവചിക്കണം എല്ലാത്തിനും A+ കിട്ടും എന്ന് പ്രവചിച്ചിട്ട് ഈ കുട്ടി പിന്നെ ഹാർഡ് വർക്ക് നല്ല രീതിയിൽ പഠിച്ചാൽ A+ കിട്ടും. അതിപ്പോ ഇയാൾ പറഞ്ഞാലും ഇല്ലേലും A+ ഇവിടെ കിട്ടും. അങ്ങനെ ചില കാര്യങ്ങൾ സംഭവിച്ചെന്നിരിക്കും. ഇപ്പൊ ഒരു വീടും വസ്തുവൊക്കെ വിൽക്കാൻ പോകുന്നു, എനിക്ക് ഇത്ര രൂപ കിട്ടും. ഇയാൾ പറയാം ഒരു ഇത്ര ലക്ഷം രൂപ അത് കച്ചവടം നടക്കും. ശരി, അപ്പോഴായിരിക്കും ആ 3 ലക്ഷം രൂപയ്ക്ക് ഒരാൾ വരണത്. വിൽക്കണമെന്ന് തോന്നി വിറ്റാൽ ആ പൈസയ്ക്ക് കച്ചവടം നടക്കുന്നു. മനസ്സിലായല്ല? ഇപ്പൊ ഇനി പല കാര്യങ്ങൾ ഇങ്ങനെ ഈ യാദൃശ്ചികം പോലെ പലതും സംഭവിച്ചു പോകുന്നതാണ്. അല്ലാതെ നമ്മളിൽ വരുന്ന ചേഞ്ച് അനുസരിച്ച് ഇതൊന്നും സംഭവിക്കില്ല. ഇപ്പം വസ്തു വിൽക്കാൻ പ്ലാൻ ചെയ്തിരിക്കുന്ന ഉദാഹരണത്തിന് തന്നെ അടുത്ത ഡിസംബർ മാസത്തിൽ നിങ്ങളുടെ വസ്തു ഒരു കച്ചവടം കാണുന്നുണ്ട്, അവിടെ വസ്തു എന്തായാലും വിറ്റിരിക്കും എന്നൊരാൾ പ്രവചിച്ച് പറയുന്നു. അതിനു മുമ്പ് ചിലപ്പോൾ 1 മാസമോ 2 മാസത്തിന് മുമ്പ് പെട്ടെന്നൊരു ലോണോ വല്ലതും എടുത്ത് ഇതങ്ങ് കവറായി വസ്തു വിൽക്കാൻ പ്ലാൻ ഇയാൾ മാറ്റിയാൽ ആ വസ്തു കച്ചവടം ഇല്ലല്ലോ, പ്രവചനം തെറ്റി, പ്രവചനം നടക്കൂല. അപ്പൊ ആരുടെ കയ്യിലാണ് പ്രവചനം? ഇയാളുടെ കയ്യിലാണ്. പക്ഷെ ആ വസ്തു അങ്ങനെ വിൽക്കണം എന്നും പറഞ്ഞ് ശക്തമായി പ്രാർത്ഥിച്ചും അതിയായി ആഗ്രഹിച്ച് നടന്നാൽ ചിലപ്പോൾ ഡിസംബർ മാസത്തിൽ ഈ വസ്തു കച്ചവടം നടന്നിരിക്കും. അപ്പൊ പറയുമോ മറ്റേ പ്രവചിച്ചതുപോലെ തന്നെ കാര്യം നടന്നു എന്ന് പറയും. പക്ഷെ വേറെ ഏതെങ്കിലും വഴി കൂടി ഇയാൾ ശ്രമിച്ച് അതിന് പകരമായി കുറെ കാശ് ഒപ്പിച്ച് കിട്ടിയാൽ ഇയാൾ തീരുമാനിക്കണം എന്നാ പിന്നെ എന്റെ കിടപ്പാടോ അല്ല ഈ വീട് വസ്തു വിൽക്കണ്ട തീരുമാനിച്ചാൽ പ്രവചനം മാറി, പ്രവചനം തെറ്റി. അപ്പൊ ആരുടെ കയ്യിലാണ് പ്രവചനം? അപ്പൊ അവരവരുടെ കയ്യിലാണ്. എല്ലാ കാര്യങ്ങളും അങ്ങനെയാണ്. അപ്പൊ അതുകൊണ്ട് നാളത്തെ അത് നടക്കുമോ ഇത് നടക്കൂലേ എന്ന് ഇനി നിങ്ങൾ എന്റെ അടുത്ത് നിന്നല്ല ഇനി ആരുടെ അടുത്ത് ചോദിച്ചാലും എന്റെ മെസ്സേജ് കേൾക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ കയ്യിലാണ് ശരിക്കും നിങ്ങളുടെ നാളത്തെ കാര്യങ്ങൾ ഇരിക്കുന്നതെന്ന് മനസ്സിലാക്കുക. മാക്സിമം മെസ്സേജ് കേൾക്കുക, മാക്സിമം പോസിറ്റീവായി ശ്രമിക്കുക, നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുക. എന്റെ പഴയ മെസ്സേജൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് എന്തായാലും നേടണമെങ്കിൽ അതിന്റെ എല്ലാ വശങ്ങളും മനസ്സിലാക്കി പഠിച്ച് നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യണം. അല്ലാതെ ആരെങ്കിലും ഒരാളെ പോയി കണ്ട് കുറച്ച് പൈസയും കൊടുത്ത് അയാൾ കണ്ണു അടച്ചുകൊണ്ട് ചാട്ടം ചാടിയിട്ട് അത് നടക്കും എന്ന് പറഞ്ഞാൽ അത് നടക്കണമെന്നില്ല. നിങ്ങളുടെ കയ്യിൽ അതിനുള്ള യോഗ്യത ഉണ്ടെങ്കിൽ മാത്രമേ അത് നടക്കുള്ളൂ എന്നുകൂടി മനസ്സിലാക്കുക. ഓക്കെ, ഇനി ചില കാര്യങ്ങളൊക്കെ അടുത്തത്.